ചെറുവത്തൂർ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ ജനകീയമായിരിക്കുന്ന ഒരു ജനകീയ ബസ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര മാത്രമല്ല ഈ ബസ്സിനെ ജനകീയമാക്കുന്നത്. എല്ലാ മാസവും അവസാന ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന കാരുണ്യയാത്രയാണ് നമുക്കിടയിൽ മാതൃകയായിരിക്കുന്നത്. കാരുണ്യയാത്രയെക്കുറിച്ചറിയാൻ ഞാനും ഒപ്പം ചേർന്നു. ഈ ബസ്സിന്റെ യാത്ര തുടങ്ങിയിട്ട് 18 വർഷം പൂർത്തിയായിരിക്കുന്നു. അന്നു തൊട്ടുള്ള കാരുണ്യയാത്രയും. തങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം കാരുണ്യ പ്രവൃത്തിക്കായി ബസ് ജീവനക്കാർ മാറ്റിവെക്കുകയാണ്. അവരെ പിന്തുണച്ചുകൊണ്ട് യാത്രാ നിരക്കോ അതിലിരട്ടി തുകയോ നൽകി നാട്ടുകാരും അതിൽ പങ്കാളിയാവുക എന്നത് ഏറെ മാതൃകാപരമാണ്. ഈ വർഷത്തിനിടയിൽ ധാരാളം കിടപ്പ് രോഗികളെയും സാമ്പത്തിക പരാധീനരായ രോഗികളെയും സഹായിച്ചു എന്നത് ഇവർ നേടിയ വലിയ നേട്ടമാണ്. ജീവനക്കാരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. കാരണം സുജിത്ത്, വിപിൻ, അതുപോലെ 2 കണ്ടക്ടർമാർ പവിത്രനും കൃഷ്ണേട്ടൻ എല്ലാവരും നമ്മുടെ ബസ്സുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നവരാണ്. അപ്പം സുജിത്തിനെ പ്രത്യേകിച്ച് പറയണത് സുജിത്തിൻ്റെ ഒരു കഴിവുകൊണ്ടും കുറേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ ദിവസവും ബസ് സർവീസ് ഉണ്ടെന്ന് കേട്ടു. ഞായറാഴ്ചകൾ പോലും നിങ്ങൾ ഞായറാഴ്ചകളിലും ഞങ്ങൾ സർവീസ് മുടക്കാതെ ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും ബസ്സിന് പണിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങളത് കവർ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നത് അത് ഒരു യാത്രാ ട്രിപ്പ് മുടക്കാതെ തന്നെ ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും ബുദ്ധിമുട്ടിയ ഒരു ഘട്ടത്തിൽ മാത്രമേ യാത്ര മുടങ്ങാറുള്ളൂ. നമ്മൾ കണ്ടെത്തും. പിന്നെ ചില നമ്മളെ അറിയപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ നമുക്ക് എഴുത്ത് മുഖാന്തരം നമ്മളെ ബന്ധപ്പെടും. അതിൽ അവർക്ക് യോഗ്യമായിട്ടുള്ള ഇത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതെ, മഴക്കാലത്ത് അത് കുടയില്ലാതെ പെട്ടെന്ന് കയറി വരുന്നവർക്ക് ഒരു കുട കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടിവെള്ളം, നല്ല ചൂടുള്ള സമയത്ത് കുടിവെള്ളം ഞങ്ങളിവിടെ ഒരു ബക്കറ്റിൽ കുടിവെള്ളം വാങ്ങിച്ച് ബോട്ടിൽ വാങ്ങിച്ചിട്ട് വെച്ച് അതും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബസ് സർവീസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? 18 വർഷമായി. തുടങ്ങിയ കാലം തൊട്ട് ജീവകാരുണ്യ പ്രവർത്തനം ഉണ്ടോ? തുടങ്ങിയ അന്ന് മുതലില്ല, കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ജീവകാരുണ്യ പ്രവർത്തനം. വലിയോറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇന്ന് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഉദ്യമത്തിന്റെ ഭാഗമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 18 വർഷക്കാലമായി ഈ പഞ്ചായത്തിനകത്തുകൂടി സർവീസ് നടത്തുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് എന്ന നിലയിൽ നമുക്കറിയാം, സാധാരണ ബസ് ജീവനക്കാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആളുകളെ കയറ്റി ഇറക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത തരത്തിലേക്ക് ഓടിക്കൊണ്ടു പോകുന്ന ഒരു സർവീസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ജനകീയ ബസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. മാസാവസാനം ശേഖരിക്കുന്ന തുക അർഹമായ കൈകളിലെത്തിച്ച് ജനകീയ ബസ് വീണ്ടും യാത്ര തുടരുന്നു. അണ്ണാൻ കുഞ്ഞിനും തന്നാലാവുന്നത് എന്ന പോലെ ഒരു തുക ഞാനും മാറ്റിവെച്ചുകൊണ്ട് ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ മനസ്സിനൊരു സുഖം. ഇതിൽ പരം വേറെന്താണ് നാം മനുഷ്യർ ആഗ്രഹിക്കുന്നത്?